ഹലോ ഫാമിലി. അപ്പൊ നമ്മുടെ ഏതൂട്ടൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് തന്നെയാണ്, ഇവന് വലിയ ഇഷ്ടമാണ്. അപ്പൊ തിന്ന് കഴിഞ്ഞു കേട്ടോ. നേരത്തെ ഇവിടെ കഴിക്കുമായിരുന്നു. കാര്യം ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും കൊടുക്കുവേ, അപ്പം വിശപ്പാകുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ എന്ത് കൊടുത്താലും കഴിക്കും. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മുടെ ആലിമോനും ഇസുവും നല്ല ഉറക്കത്തിലായിരുന്നു. ഇസു സ്റ്റിൽ ഉറക്കത്തിലാണ്. ആലിമോൻ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ ഹസ്കി എടുത്ത് വെച്ച് കളിക്കുകയാണ്. ഇതിനിപ്പോൾ കുറേ ദിവസം കൊണ്ട് എടുക്കാനൊന്നും ഇല്ലായിരുന്നു, വെളിയിൽ കൊണ്ടുപോയി കളഞ്ഞേക്കുമായിരുന്നേ. അങ്ങനെ ഞാൻ ചോദിച്ചു, എത്ര രൂപയുടെ സാധനമാണ്, നിനക്ക് ഇത് വേണ്ട, എനിക്ക് വിഷമം വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്ത് അടുത്തിട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും എടുത്ത് കളിക്കുകയാണ് അവനിപ്പോൾ എയ്തുവിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അവൻ്റെ ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാന്നേ. ഒരു സമയത്ത് രണ്ടും കൂടെ ഇതിന് ബഹളമായിരുന്നു. ഇപ്പൊ രണ്ടിന്റെ ബഹളമൊന്നും കാണാനില്ല ഈ കളിപ്പാട്ടത്തിന്. പിന്നെ എയ്തൂന് കളിപ്പാട്ടം ആലിക്ക് കളിപ്പാട്ടമൊന്നും ഇപ്പൊ ഇല്ല. രണ്ടും ഇപ്പൊ ഏതാണ്ട് ഒന്നൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇസു ചേച്ചി ഉണർന്നിട്ടുണ്ട്. ആലി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നിവരുകയാണ്. ഏതൂട്ടം പിന്നെ പതിവ് പോലെ തന്നെ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. നമ്മുടെ സൂര്യചേട്ടൻ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഈസു ദേ നേരെ എൻ്റെ അടുത്തേക്ക് വരികയാണ്. വേറൊന്നിനുമല്ല, യൂഷ്വലി ഇവർക്ക് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോകാനായിട്ട് എന്നെ ആദ്യം എന്നോട് ചെറുതായിട്ടൊരു സൗണ്ടിൽ കുറച്ച് കാണിക്കും. പിന്നെ എന്നോട് ദേഷ്യപ്പെടും. അതും നടക്കാതെ എന്നെ സോപ്പിട്ട് ഉമ്മയൊക്കെ തന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ നിൽക്കും. പക്ഷെ ഇപ്പൊ അവളെ പുറത്ത് കൊണ്ടുപോകാത്ത എന്താന്ന് വെച്ചാല് നല്ല കൊതുകാണ്. ഇപ്പൊ വിട്ടാൽ ശരിയാകത്തില്ല, കൊതു കുത്തും, കുഞ്ഞിനെയും കുത്തും. പിന്നെ ഡോർ തുറന്നിടാനും പറ്റത്തില്ലല്ലോ, കൊച്ച് ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പൊ എന്നെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ചു നേരം എന്നെ മടിയിലൊക്കെ കയറിയിരുന്നു. വലിയ സ്നേഹപ്രകടനമായിരുന്നു ഈസുവിന്. ഞാൻ പറഞ്ഞു, മോളെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരുത്തൻ സെറ്റിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇറങ്ങി, തനിയെ ഇറങ്ങി. ഞാൻ ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുക്കും ഇറങ്ങുന്ന സമയത്ത്. കുഴപ്പമില്ല, ഇപ്പം എല്ലാം തനിയെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ചെല്ലുന്നു എന്ന് കാണുമ്പോൾ അവൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ് കാണിക്കും. അല്ലെങ്കിൽ അവൻ മെല്ലെ ഇരുന്നൊക്കെ ഇറങ്ങും. അത് സഹിക്കാൻ വയ്യാണ്ടതേ ഒരുത്തൻ എൻ്റെ കൂടെ വന്നിരിപ്പുണ്ട്. അങ്ങനെ ഇപ്പം അമ്മ അവളെ മാത്രം താലോലിക്കണ്ട, ഞാൻ പിന്നെ എന്താ, ഞാനല്ലേ അമ്മയുടെ മൂത്ത മോനെന്ന് പറഞ്ഞാണ് ഒരുത്തൻ വന്നിരിക്കുന്നത്. എൻ്റെ ഇളയ മോൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുകയാണ്. കയ്യിലിരിക്കുന്നതൊക്കെ അടുക്കളയിലെ എക്യുപ്മെന്റ്സ് ആണ്. ഇതുപോലുള്ള കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ്റെ തന്നെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്, അവൻ്റെ ഏതിൻ്റെ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ. അപ്പം അതെല്ലാം കൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഇസ് ചേച്ചി വീണ്ടും വന്നു. അതിൻ്റെ ഇടയിൽ ആലിയുടെ ഹെൽത്ത് ഒക്കെ പോയി ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ ഞാനല്ലേ അമ്മയുടെ മൂത്ത മോളെ, എന്നെ താലോലിക്കെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ദേ കണ്ട ഒരുത്ത സ്റ്റെപ്പ് കയറുന്നേ. പിന്നെ ഒന്നും നോക്കില്ല, നേരെ അവനെ പോയി കുറച്ച് നേരം സ്റ്റെപ്പ് കയറാൻ അങ്ങ് വിട്ടു. അങ്ങ് ഫുള്ള് വരെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ട് പിന്നെ അവനെ എടുത്തോണ്ട് വന്നു. അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ സൂപ്പർ ഫാസ്റ്റ് പോലെയാണ് അവനെ പിടിക്കാനായിട്ട് പോയത്, അതുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല. ഈ സ്റ്റേജ് വിഷമിച്ച് കിടക്കുന്നത് ഡോറ് തുറന്ന് അവനെ അങ്ങോട്ട് വിടാഞ്ഞിട്ടാണ്. അമ്മ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ആ ഹസ്കിയിൽ കുറച്ചു നേരം കളിക്കാന്ന് പറഞ്ഞാണല്ലോ അവൻ കിടക്കുന്നത്. എങ്കിലും ഇവനൊരു ഉഷാറ് വരണമെങ്കിൽ ഏതു അത് പോയി പിടിക്കാനായിട്ട് ചെല്ലണം. ഈ വിഷമത്തിൽ ചേച്ചി കുറച്ചു നേരം ഇതുവഴി നടന്നു അതുവഴി നടന്നു. പിന്നെ എൻ്റെ അടുത്ത് കൊഞ്ചിക്കാനായിട്ട് നിന്നു കേട്ടോ. കുറേ നേരം വന്ന് നിൽപ്പുണ്ടായിരുന്നു ആള്. പിന്നെ ഞാൻ കുറേ നേരം അവളെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ഒരുത്തൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയുമോ? അവനെന്നെ അറിയത്തില്ല എന്താ പ്രശ്നം. ആലിയുടെ വേറെ വകുപ്പാണിത്. ഈ ഒരു ഗ്ലാസ് ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ട് നമ്മളതിൽ ഇങ്ങനെ ഈ മുട്ടയൊക്കെ ഇങ്ങനെ കലക്കുന്ന ഇവൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ കലക്കാൻ നോക്കുകയാണ് ഇവൻ. അപ്പൊ അത് കലങ്ങുന്നില്ല, അതിനകത്തൊന്നും ഇല്ലല്ലോ. അതിന് ഇവൻ ബഹളം ഉണ്ടാക്കുകയാണ്. എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. എല്ലാം കണ്ട് പഠിച്ചു വെക്കുക. ഞങ്ങൾ കിച്ചണിൽ നിൽക്കുമ്പോൾ സൂര്യനായാലും ഞാൻ നിൽക്കുമ്പോഴായാലും അവിടെ വന്ന് നിന്നിട്ട് എല്ലാം കണ്ടുപിടിക്കും. അപ്പൊ മുട്ടയൊക്കെ കലക്കുന്നത് കണ്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ അതിനകത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവനത് കലങ്ങുന്നില്ല അമ്മ എന്നാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അച്ഛനോടെങ്കിലും പറയാന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന അച്ഛനോട് അവള് പോയി പറയുകയാണ് കേട്ടോ, അവൾക്ക് പുറത്തേക്ക് പോകണമെന്ന്. ഇവനാണെങ്കിൽ ഇവിടെ എന്താണ് കാണിക്കണേന്ന് അവൻ അറിഞ്ഞൂടെ. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. ഇവൻ വീണ്ടും അതുപോലെ അത് തൈര് കടയാനോ എന്തൊക്കെയോ എന്നെ കാണിച്ചു തരാണ്. ഞാൻ ഇവൻ ഉദ്ദേശിക്കുന്ന പോലെ കാണിക്കാൻ എനിക്ക് പറ്റില്ല. ഇവൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സൈഡിൽ അവൻ ഇതേപോലെ, ഈ ഒരു സൈഡിൽ ഇവക്ക് പുറത്തു പോകാനായിട്ട് ഇവളുടെ ബഹളം. തുറക്കാനും പറ്റില്ല, തുറന്നു വിടാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ചാല് ഇതുപോലെ ഈ ഏതും കൂടെ ഇറങ്ങിപ്പോവും. അവനെ കൊണ്ട് വയ്യ, ഇവളെ കൊണ്ട് വയ്യ. അങ്ങനെ ആകെ മൊത്തം ഒരു കുഴഞ്ഞ അവസ്ഥയിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. സൂര്യന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നേരെ ഒന്ന് ശ്വാസം വിടാനായിട്ട്. എന്റെ ക്ലാസ് നടക്കുന്ന സമയത്ത് സൂര്യന്റെ ഇതേപോലാണ് കേട്ടോ. എല്ലാത്തിനെയും കൊണ്ട് കിളി പറക്കും. തുറന്നു വിടാനും പറ്റില്ല. തുറന്നു വിട്ടാൽ ഇവൻ കൂടെ പോകും. പിന്നെ ഇവനെ ആ റൂമിലാക്കിയിട്ടാണ് ഇവരെ തുറന്നു വിടുന്നത്. അല്ലെങ്കിൽ പിന്നെ സന്ധ്യ സമയത്ത് അല്ലാത്തപ്പോഴേക്കാണെങ്കിൽ പകൽ സമയത്ത് സൂര്യന്റെ ഇവരെ 3 പേരെയും കൊണ്ട് പുറത്ത് നിൽക്കുക. അത് കുഴപ്പമില്ല. പിന്നെ മഴയൊക്കെ നനഞ്ഞു കളഞ്ഞാലേ ഇവൻ വീഴും. ഒരുത്തിതേ ഇവിടെ വന്ന് കൊഞ്ചിക്കാനായിട്ട് വീണ്ടും നിൽപ്പുണ്ട്. ഇവർക്ക് ഇങ്ങനെ മസാജ് ചെയ്തോണ്ടിരുന്ന് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം കേട്ടോ. ഇവള് മാറത്തില്ല, നമ്മുടെ കൈ കഴിച്ചാലും ഇവള് മാറത്തില്ല. ആലി എന്തോ സൈലന്റ് ആയിട്ട് കിടക്കണേന്നില്ല. ആലി ഉറക്കപ്പിച്ചിലാണ് മെയിൻ ആയിട്ട്. പിന്നെ ഇപ്പൊ വരാതിരിക്കാൻ പറ്റൂല. അവളെ ഞാൻ താലോലിക്കുമ്പോ എന്തായാലും ഓടി വരും കേട്ടോ. പിന്നെ ലവന്റെ അപ്പുറത്ത് അവിടെ ഇരുന്ന് എന്തോ പരിപാടിയിലാണ് കേട്ടോ. പിന്നെ അവിടെ അടങ്ങിയിരിക്കുന്നെങ്കിൽ അവിടെ അടങ്ങിയിരിക്കട്ടെ എന്ന് കരുതി ഞാൻ അവിടെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ആലിക്ക് ഇനി അവിടെ തന്നെ ഇരിക്കാൻ പറ്റൂല കേട്ടോ. ഇങ്ങനെ അവളെ താലോലിക്കുമ്പോൾ അവിടെ ഇരുന്നാൽ ശരിയാവും. അങ്ങനെ ആലി നേരെ ഇങ്ങി വന്നു. അവനെയും കുറച്ചു നേരം മസാജ് ചെയ്തു. അവനീ മസാജ് ചെയ്യുന്നൊന്നും ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ അവളെ ഞാൻ താലോലിക്കുന്ന കാണുമ്പോൾ സിംപ്ലി അസൂയ, വേറൊന്നുമില്ല. അത് തന്നെ കാരണം. അവൾക്ക് പിന്നെ പറയണ്ട, അവളെ അസൂയെ കുശുമ്പ് കണ്ടുപിടിച്ച് തന്നെ അവളാണ്. അതുകൊണ്ട് അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലാന്നേ.
പിന്നെ രണ്ടുപേരെ മാറി മാറി മസാജ് ചെയ്യണം. നമുക്ക് ഒരു കൈയേ ഉള്ളൂ, കാര്യം ഒരു കൈ വീഡിയോ എടുക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കണം. അവനെ ബ്ലോക്ക് ആക്കിയിട്ട് അവള് വീണ്ടും കയറി നിന്ന്. ഇതൊക്കെ പോട്ടെ, ദേ വീണ്ടും ഒരുത്തൻ തൈര് കടയാനായിട്ട് വരുന്നുണ്ട്. അവിടെ നിന്ന് എടുത്തോണ്ട് ഇനി അവന്റെ തൈര് കടഞ്ഞു കൊടുക്കാതെ ഒരു രക്ഷയില്ല. ഓരോരുത്തരുടെ ടേണിനായിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ. ഇപ്പൊ ഇസു കണ്ടോ, ഇവൻ വന്ന സമയത്ത് മാറിക്കൊടുത്തു, അവന്റെ ടേണിനായിട്ട് മാറിക്കൊടുത്തു. ഷാലിക്ക് വേണ്ടി ഇസു മാറിക്കൊടുക്കില്ല, പക്ഷെ ഏതുവിന് വേണ്ടി എല്ലാം മാറിക്കൊടുക്കും. ഏതു അതുപോലെ തന്നെ. ഇപ്പൊ അവരെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ മാറി നിൽക്കും. ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേനും അവൻ എന്താ പറയാ, ആദ്യമേ അവനെ എടുക്കണം അങ്ങനെയൊന്നുമില്ല. അവരെയൊക്കെ കൊഞ്ചിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എടുത്താൽ മതി, അങ്ങനെയൊക്കെ ഉള്ളൊരിതാണ്. 3 പേരും നന്നായിട്ട് ആ കാര്യത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇച്ചിരിയെങ്കിലും വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ആലിമോനാണ്. അവനെ തന്നെ ആദ്യം എടുക്കണം, അതൊക്കെ ഉണ്ട്. ഈ അച്ഛൻ്റെ ക്ലാസ്സും തീരുന്നില്ലല്ലോ എന്നും പറഞ്ഞാണ് 3 പേര് നിൽക്കുന്നത്. ഒരുത്തൻ്റെ വീണ്ടും ഈ അമ്മയെ കൊണ്ട് ഇതൊന്നും പറ്റൂല, ഡാഡ എന്തെങ്കിലും ചെയ്തതാ, ഇങ്ങനെയല്ല തൈര് കടയുന്നതെന്നും പറഞ്ഞിട്ട് ഡാഡയുടെ ഇടയിൽ കൊണ്ട് കൊടുക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. സൂർജേട്ടൻ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് അത് മേടിച്ച് വെക്കാൻ നിൽക്കുമ്പോൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, തൈര് കട എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ തൈര് ഇതാക്കിയപ്പോഴല്ല ഇത് ശ്രദ്ധിക്കാൻ വഴിയുള്ളത്. എനിക്ക് തോന്നുന്നു മുട്ട ഇങ്ങനെ നമ്മൾ മുട്ട വറുക്കാനായിട്ടാക്കില്ലേ, ആ സമയത്ത് ആണെന്ന് തോന്നുന്നു ഇത് കണ്ട് പഠിച്ചേക്കുന്നത്. ആലിമോൻ അവൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ ഒരു മടിയെ പിടിച്ചങ്ങ് കിടക്കുകയാണ്. ഇവൻ വീണ്ടും എൻ്റെ അടുത്ത് തന്നെ വന്നു കേട്ടോ. ഡാഡയെ കൊണ്ടും പറ്റൂല, മമ്മയാണ് ഇതിലും ഭേദമൊന്നും പറഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവൻ അങ്ങോട്ടൊരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. അകത്ത് സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. വെള്ളം വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാണ്. പക്ഷെ വെള്ളമൊക്കെ ഒഴിച്ചാൽ തറയിലെടുത്ത് കമത്തൊന്നും മാത്രമല്ല, അതെടുത്ത് കുടിക്കുകയാണ് ചെയ്താൽ നെറുകിലും കയറും. അപ്പോൾ ഇവൻ നേരെയുള്ള വഴി കൂടെ ഡാഡ അവനെ കടത്തി വിടാത്തതുകൊണ്ട് അതിൻ്റെ അടിയിലുള്ള വഴി കൂടെ പോവാണ്. അതിൻ്റെ ആ ഇടയിൽ പോയ സമയത്തൊക്കെ ആലി അവിടെ കിടപ്പുണ്ട്. ആലി അനങ്ങുന്നില്ല, നിങ്ങൾ കണ്ടു കാണുമല്ലോ. അവൻ ഭയങ്കര സൂക്ഷിച്ചാണ് കേട്ടോ ആലിയുടെ അടുത്ത് നിന്ന് പോകുന്നത്. ഇവൻ അതിൻ്റെ അടി കയറിയപ്പോൾ ആലി ഇസുവിനെ വിളിക്കാനായിട്ട് വന്നു. ഇവിടെ പ്രശ്നമാടി, അവൻ്റെ ആ കുരുക്കിലേക്ക് വീണു എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോ പ്രശ്നമാണ്, അവനെ കൊണ്ട് പറ്റൂല എന്നൊക്കെ കരുതിയിട്ടാണ് രണ്ടുപേരും വന്ന് ടെൻഷൻ അടിച്ച് നോക്കുന്നത്. അവൻ എന്തെങ്കിലും പറ്റുമെന്ന് കരുതിയിട്ടാണ്. പക്ഷെ അവൻ കറക്റ്റായിട്ട് നേരെ ഡാഡയുടെ മണ്ടയ്ക്കോട്ട് തന്നെ കയറിയിട്ടുണ്ട്. എന്നിട്ട് ഈ കയറുന്ന എന്തിനാണെന്നറിയാം, അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ വലിച്ചെടുക്കാനാണ്. ഭാഗ്യത്തിന് സൂർജന് അന്നേരം ക്ലാസ് എന്താ പറയുക, വീഡിയോ ഓഫായിരുന്നു, കാര്യം അവർ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഇവനെ കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഇച്ചിരി നേരം ഇങ്ങനെയൊക്കെ 1 സെക്കൻഡൊക്കെ എടുത്ത് വെക്കും. അവനെ വീഡിയോ ഓഫായിരിക്കുന്ന സമയത്ത് 1 സെക്കൻഡൊക്കെ എടുത്തിട്ട് വീണ്ടും അവനെ അങ്ങ് തറയിലോട്ട് വിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഈസു എന്നെ വിളിക്കുന്നുണ്ട്, ചെറുക്കനെ വല്ലോ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെൻഷനാണ് നമ്മുടെ ഈസുവിന്. ആലിക്ക് മനസ്സിലായോ, ഇവൻ എന്നെ പോലെ തന്നെ എവിടെ കയറിയാലും ഇറങ്ങിക്കോളൂ എന്നൊക്കെ. പിന്നെ അവൻ്റെ അടുത്ത് തറയിലോട്ട് വെച്ചു, വേറെ നിവർത്തിയൊന്നും ഇല്ലല്ലോ. പക്ഷെ നിർബന്ധമൊന്നും കാണിക്കില്ല, കരയത്തൊന്നുമില്ല. വീണ്ടും അവൻ്റെ പാടുവോക്കി പോകും കളിക്കാനായിട്ട്. പുറത്ത് ആരാണ്ട് വന്നിട്ടുണ്ട്, അതിനായിട്ടാണ് ആ മണവും പിടിച്ച് ചേച്ചി നിൽക്കുന്നത്. ആദ്യം കുറച്ച് ബഹളം ഉണ്ടാക്കാൻ പോയപ്പോൾ സൂർജേട്ടൻ മുളയിലേ നുള്ളി, ക്ലാസ് ആണ് മിണ്ടതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സൈലന്റ് ആയിട്ട് നിന്ന് അവിടെ നോക്കുന്നത്. കുരയ്ക്കാനും വയ്യാത്ത വിഷമത്തിലാണ് ചേച്ചി നിൽക്കുന്നത്. പറഞ്ഞാൽ അകത്താണെങ്കിൽ പിന്നെയും കേൾക്കും, കുരയ്ക്കരുതെന്ന് പറഞ്ഞാൽ. പുറത്താണെങ്കിൽ കേൾക്കത്തില്ല. മറ്റവൻ സെറ്റിയെ കയറാൻ പോയി. അപ്പം ഞാൻ വീണ്ടും സൂപ്പർ ഫാസ്റ്റ് പോലെ പോവുകയാണ് അവനെ പിടിക്കാനായിട്ട്. ഭാഗ്യത്തിന് അവൻ ആദ്യം കയറാൻ പറ്റിയില്ല, പക്ഷെ അവന് നന്നായിട്ട് കയറാൻ അറിയാം. കയ്യിൽ സാധനങ്ങളൊക്കെ വെച്ചാണ് കയറുന്നത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ അവനുള്ളൂ. പിന്നെ ഡാഡ ക്ലാസ് കഴിഞ്ഞ് വന്നു. 3 പേർക്കും സന്തോഷമായി. പിന്നെ അവരുടെ കൂടെ കളിയും ബഹളമൊക്കെ ആയിരുന്നു. ടാറ്റാ പറ എല്ലാവർക്കും ടാറ്റാ പറ. വീഡിയോ എന്ത് ചെയ്യട്ടെ, എല്ലാവർക്കും ടാറ്റാ പറയും. ടാറ്റാ അച്ചാ എന്നെ നോക്കി കാണിക്കും. ഇത് എവിടെ നോക്കി കാണിക്കുന്നേ, ഇങ്ങോട്ട് നോക്ക്. എടാ ഒരുത്ത എന്നിട്ട് ഈ സന്തോഷത്തിൽ ഒറ്റയ്ക്ക് ആ റൂമിലേക്ക് ഓടിപ്പോയി. അപ്പൊ അവനെ നോക്കാനായിട്ട് കൂടെ ആലിച്ചേട്ടനും പോയി. പിന്നെ ആലിച്ചേട്ടനെ നോക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും പോകേണ്ടി വന്നു. പോയിട്ട് ഇറങ്ങത്തില്ല എന്നേ, അവിടെ ഇരിക്കുന്ന ഉറങ്ങനുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും. ഇവന്റെ ഹൈറ്റ്സിൽ ഇപ്പം ഒന്നും വെക്കാൻ വയ്യാത്ത അവസ്ഥ, എല്ലാം വലിച്ചു വാരി തറയിലും അവിടെ ഇവിടെ ഒക്കെ ഇടും കേട്ടോ. പിന്നെ 2 ആമക്കളെ എടുത്തുകൊണ്ട് നമ്മുടെ ഡാഡ നിൽക്കുകയാണ്. അത് സഹിക്കാൻ വയ്യാത്ത നമ്മുടെ ഈ ചേച്ചി നിൽക്കുകയാണ്. എന്നെയും കൂടെ എടുക്ക് എന്നാണ് അവൾക്ക് പറയാനുള്ളതെന്ന് തോന്നുന്നു. പക്ഷെ എടുക്കാൻ പറ്റൂലല്ലോ, 3 കൈ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെയും കൂടെ എടുത്തേ. ഇതൊക്കെ ഇസുവിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ സൂർജേട്ടൻ.
കൊച്ചിനെ എടുക്കുന്ന നമുക്കൊരു പ്രശ്നമില്ല, പക്ഷെ ആലിയെ എടുക്കുന്ന നമുക്ക് സഹിക്കാൻ പറ്റൂല. ആലിയെ കൊഞ്ചിക്കുമ്പോഴാണ് ഇതിന് അങ്ങോട്ട് പ്രശ്നം വരുന്നത്. എന്നിട്ട് അവൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യും. ഹെൽത്തൊക്കെ കുഴപ്പമില്ലെങ്കിൽ അവനിട്ട് 4 കൊടുക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ ഈ ചേച്ചിയുടെ സ്വഭാവം. നിന്നെ അച്ഛൻ പിന്നെ എടുക്കാടി, അച്ഛൻ തളർന്നിരിക്കുവാണെന്ന് പറഞ്ഞിട്ട് അവളെ കൺവിൻസ് ചെയ്ത്